അൽഹംദുലില്ലാഹ് നമ്മളും അതുപോലെ ഓതി ശീലിക്കണം. റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിഹ സൂറ നമുക്കറിയാം 7 ആയത്തുകളാണ്. ഈ 7 ആയത്തുള്ള ഫാത്തിഹ സൂറത്തിൽ അതിൽ 3 ആയത്ത് അവസാനിക്കുന്നത് മീമ കൊണ്ടും ബാക്കി 4 ആയത്തുകൾ അവസാനിക്കുന്നത് നൂല് കൊണ്ടുമാണ്. അപ്പൊ ചുരുക്കുകയാണെങ്കിൽ അതിന് പറയില്ല. അപ്പോൾ അങ്ങനെ ഓടുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അതിൽ ഫാത്തിഹയിലെ ഒരു ആയത്തല്ലെങ്കിലും ഖുർആൻ എപ്പോൾ ഓതുമ്പോഴും ആ ഓതുന്നതിന് മുമ്പായി ഒരു ഔപചാരികത എന്ന രീതിയിൽ എന്ന നിലത്തിൽ ആദ്യം ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഉച്ചരിക്കൽ സുന്നത്താണ്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി എന്നൊക്കെ സൂറത്തുൽ ഖുർആൻ നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുന്ന ഔദു കൊണ്ട് പഠിക്കുക. ഔദു പഠിച്ചാൽ ബാക്കിയുള്ള ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഫാത്തിഹ 7 ആയത്തുകൾ. ഇതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇത് 3 മീം കൊണ്ട് അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ 4 സൂറത്ത് അവസാനിക്കുന്ന 3 കൊണ്ടാണ്. മക്കളെ നമ്മൾ ചിലപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചുണ്ടുപോകും. ഓത് തെറ്റി കഴിഞ്ഞാൽ നിസ്കാരം പോയി. അതുപോലെ മാലികി യൗമിദ്ദീൻ ചുണ്ടു കൂടിയാൽ ചുണ്ടു കൂടാൻ പാടില്ല. ചുണ്ടു കൂടിയ 3 സ്ഥലത്താണ്. ഒന്ന് ബിസ്മിൽ അവസാനം, അർറഹ്മാനിൽ അവസാനം, മുസ്തഖീം ഈ 3 ആയത്തിൽ ചുണ്ടു കൂടാവൂ. ബാക്കി ഒന്നിലും ചുണ്ടു കൂടാതെ തുറന്നുകൊണ്ട് തന്നെ അവസാനിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രീതിയിൽ തന്നെ ചുണ്ടു കൂടാതെ അവസാനിക്കുമ്പോഴാണ് ആ ഓത്തിന് മഹത്വം ഉണ്ടാവുക, ഓത്തിന് സാധുത ഉണ്ടാവുക. അല്ലാഹു നന്നായി പോലെ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി തരാം. കേട്ടിട്ട് പ്രയാസമില്ലാത്തവർ കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. بسم الله ബിസ്മില്ലാഹിർ പ്രയാസാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ നിങ്ങൾ 3 വാക്ക് കേട്ടല്ലോ. അഊദു ബില്ലാഹി, ബിസ്മില്ലാഹി, അൽഹംദുലില്ലാഹി. ഈ 3ലും അള്ളാഹുവിന്റെ അവസാനം, ആ അള്ളാഹുവിന്റെ അവസാനത്തെ അക്ഷരമാണ്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി ഓതി കഴിഞ്ഞാൽ തെറ്റായി പോകും. അതെങ്ങനെയാണ് കൃത്യമായി തോന്നുന്നറിയോ? ഞാൻ ഒരു സാമ്പിൾ കാണിച്ചേ. പറയണേ ബിസ്മില്ലാഹി. എന്ന് പറഞ്ഞ കാഴ്ച കാട്ടിയോ? ഒരു കാഴ്ച കാട്ടിയ കഴിയുമ്പോൾ ഒന്നുകൂടി കൊടുത്തരാം. ബിസ്മില്ലാഹി ഒരു കാഴ്ച കാട്ടിയില്ലേ? ശ്വാസം പ്രസവം. അൽഹംദുലില്ലാഹി എന്ന് പറയുമ്പോൾ കാഴ്ച തട്ടിയാലേ ശരിയാവും. നമ്മൾ സാധാ നാടൻ ഓതോദിത്തരാം. കൈവച്ച് വിളിച്ചോ. ബിസ്മില്ലാഹി ശ്വാസം തട്ടിയില്ലല്ലോ. അൽഹംദുലില്ലാഹി ആ ശ്വാസം നമ്മളെന്താവണ്ടറിയോ? നിസ്കാരത്തിലൊക്കെ കൈ വെക്കണ്ട. ഞാൻ ആ ശ്വാസം പുറത്തേക്ക് വരുന്നതിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഓതിയാൽ ഓർത്തുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെന്താറിയോ? ബിസ്മില്ലാഹി സാധാരണ ഔദു ബില്ലാഹി അൽഹംദുലില്ലാഹി. ആ ഈ പറയുന്നില്ല, ഹാ വരില്ല. ഹാ വരില്ല. എവിടുന്നാണ്? തൊണ്ടയുടെ താഴെ അറ്റം. ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ അൽഹംദുലില്ലാഹി
الرحمن الرحيم مالك يوم الدين ഇവിടെ അങ്ങോട്ടാണ് ഫാത്തിഹയിലെ പ്രയാസമൊക്കെ എടുക്കുന്നത് കേട്ടോ. ഇത്ര വലിയ പ്രയാസം ഇവിടെ ഇയ്യാക മുതൽ റബ്ബാന വരെ കുറച്ച് ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ നമ്മൾ ഇയ്യാക പറയുമ്പോ ഇയ്യാക പറയണം. എന്താ പറയുന്നത്? ഇയ്യാക ഇയ്യാക ഈര് നീട്ടരുത്. ചിലരങ്ങനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക പറയില്ല. ഇയ്യാക വ ഇയ്യാക. അതെന്നെ ആവശ്യം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ വലിയ തെറ്റിനാണ് കേട്ടോ. അത് കണ്ടുപിടിക്കണം. ഞാൻ അടുത്ത ഓതാൻ പോകുന്ന ആയത്ത് اهدنا الصراط المستقيم. ഞാൻ തെറ്റ് ഓതി. اهدنا الصراط المستقيم. നിങ്ങൾ പറയുമ്പോഴല്ല അവിടെ തുടങ്ങേണ്ടത് സുഖമല്ലേ ഈ അപ്പൊ പക്ഷേ അറബി കലാമിൽ സുഖത്തോടെ തുടങ്ങുന്ന പരിപാടിയില്ല. അത് ഖുർആനായാലും ഏത് അറബി കലാമായാലും സുഖത്തോടെ